നമ്മളുടെ നാട്ടിൽ കുങ്കുമപ്പൂ വളരെ പോപ്പുലറാണ്. ഒരു കുട്ടി ജനിക്കുന്ന സമയം തൊട്ടിട്ട് കുങ്കുമപ്പൂ ഉപയോഗിച്ച് തുടങ്ങുന്നുണ്ട്. പാലിൽ ആഡ് ചെയ്തിട്ടും അല്ലാതെയും പല രീതിയിൽ കുങ്കുമപ്പൂ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. പക്ഷേ ഈ കുങ്കുമപ്പൂ അഥവാ സാഫ്രൺ എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ബെനിഫിറ്റ്സ് തരുന്നുണ്ടോ ഇല്ലേ? ഇതിന്റെ കൃത്യമായിട്ടുള്ള ഡോസ് എന്താണ്? സാഫ്രണിനെ കുറിച്ച് നടത്തിയിട്ടുള്ള സയന്റിഫിക് സ്റ്റഡീസ് ഒക്കെ എന്തൊക്കെയാണ് പറയുന്നത്? ഇന്നത്തെ വീഡിയോയുടെ വിഷയം ഇതാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. വെൽക്കം ബാക്ക് ടു ഡോഫ്രീ. നമുക്ക് തുടങ്ങാം. സാഫ്രൺ അഥവാ കുങ്കുമപ്പൂ എന്ന് പറയുന്നത് ഒരു സ്പൈസാണ്. ഇതിന് പലതരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. പക്ഷേ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ആണ്. ഇത് ക്രോക്കസ് സാറ്റിവസ് എന്ന് പറഞ്ഞൊരു പ്ലാന്റിന്റെ പൂവിൽ നിന്നാണ് സാഫ്രൺ സപ്ലിമെന്റ്സ് ഉണ്ടാക്കുന്നത്. ട്രഡീഷണൽ ആയുർവേദിക് മെഡിസിനിൽ പലതരത്തിലുള്ള മെഡിസിനൽ പ്രോപ്പർട്ടീസ് കുങ്കുമപ്പൂവിന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഇതിന്റെ സ്മെല്ലിന് വേണ്ടിയിട്ടും പിഗ്മെന്റ് പ്രോപ്പർട്ടീസിന് വേണ്ടിയിട്ടും കളറിന് വേണ്ടിയിട്ടും ഫുഡ് ഇൻഡസ്ട്രീസിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ വില വളരെ കൂടുതലാണ്. ഇതിനെ റെഡ് ഗോൾഡ് എന്നാണ് പറയാറ്. ഓരോ ഗ്രാമിനും 2000 റുപ്പീസ് അല്ലെങ്കിൽ അതിന്റെ മുകളിലേക്കാണ് കുങ്കുമപ്പൂവിന്റെ വില വരുന്നത്. ഇത് പ്രധാനമായിട്ടും ഉൽപ്പാദിപ്പിക്കുന്നത് ഇറാനിലാണ്. കുങ്കുമപ്പൂവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് അതിന്റെ റെഡ് സ്റ്റിഗ്മയാണ്. ഫ്ലവറിന്റെ ഒരു പാർട്ടാണ്. ഇതിന്റെ ഡ്രൈഡ് ഫോമിൽ 150ലും കൂടുതൽ ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിന്റെ ചില ഉദാഹരണങ്ങളാണ് കരോട്ടിനോയിഡ്സ്, ക്രോസിൻ, ക്രോസറ്റിൻ, പലതരത്തിലുള്ള ടെർപീൻസ് എന്ന് പറഞ്ഞ കെമിക്കൽസ് ഉണ്ട്. മറ്റ് പലതരത്തിലുള്ള ഫൈറ്റോ കെമിക്കൽസും കുങ്കുമപ്പൂവിൽ അടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണ് സാഫ്രോണിന്റെ ബെനിഫിറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. ഇത് മെയിൻലി വർക്ക് ചെയ്യുന്നത് നമ്മളുടെ നെർവസ് സിസ്റ്റത്തിലാണ്, ബ്രെയിനിലാണ്. ഡോപ്പമിന്റെയും സെറട്ടോണിൻ എന്ന് പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ അളവിലൊക്കെ വ്യത്യാസം വരുത്തിയിട്ടാണ് കുങ്കുമപ്പൂ വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡിപ്രഷനിൽ സാഫ്രോണിന് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. സാഫ്രോണിൽ അടങ്ങിയിരിക്കുന്ന ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സിന്റെ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസും ഡിപ്രഷന്റെ സിംറ്റംസ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. പലതരത്തിലുള്ള റാൻഡമൈസ്ഡ് ക്ലിനിക്കൽ ട്രയൽസിലും ഒരു പ്ലസീബോ ആയിട്ട് സാഫ്രോണിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡിപ്രഷന്റെ സിംറ്റംസ് കുറയ്ക്കാൻ സാഫ്രോണിന് ഫ്ലൂഓക്സിറ്റിനും സിറ്റലോപ്രാം ഇത്തരത്തിലുള്ള ആന്റി ഡിപ്രസൻസ് മരുന്നിനെ പോലെയുള്ള ഇഫക്റ്റ് ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ചില സ്റ്റഡീസിൽ പറയുന്നത് സാഫ്രോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആങ്സൈറ്റി അഥവാ ഉത്കണ്ഠ അതിന്റെ സിംറ്റംസും കുറയ്ക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇത് തെളിയിക്കാനുള്ള എവിഡൻസ് അത്ര സ്ട്രോങ് അല്ല. ഇതിന്റെ ഒരു കാരണം കുങ്കുമപ്പൂവിനെ ബേസ് ചെയ്തിട്ട് നടത്തിയിട്ടുള്ള അധിക സയന്റിഫിക് സ്റ്റഡീസും ഇറാനിലായിരുന്നു. ഓരോ സ്റ്റഡീൻ്റെയും പോപ്പുലേഷൻ സൈസ് എന്ന് പറയുന്നത് 100ൽ താഴെ ആൾക്കാർ മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. സ്റ്റഡീസ് ഒന്നും ലോങ് ടേം ആയിരുന്നില്ല. മാക്സിമം 12 ആഴ്ച വരെ നീണ്ടു നിൽക്കുന്ന സ്റ്റഡീസ് ആയിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ കുങ്കുമപ്പൂ കഴിക്കുന്നത് സ്കിന്നിന്റെ കളർ ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും നല്ല വഴികൾ വേറെ കുറേയുണ്ട്. സാഫ്രോണിന് സ്കിന്നിന്റെ കളറിലോ ടെക്സ്ചറിലോ മാറ്റങ്ങൾ വരുത്തുന്നതായിട്ട് നടത്തിയിട്ടുള്ള സ്റ്റഡീസ് കുറവാണ്. എവിഡൻസ് വളരെ വീക്കാണ്. ഡിപ്രഷൻ കൂടാതെ സാഫ്രോണിന്റെ പോസിബിൾ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ നടത്തിയിട്ടുള്ള സ്റ്റഡീസിൽ പെടുന്നത് ചിലത് സ്ലീപ്പ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുണ്ട്. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അഥവാ ADHDയിൽ സാഫ്രോൺ എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. സെക്ഷുവൽ ഡിസ്ഫങ്ഷനിലും ആൽസിമേഴ്സ് ഡിസീസിലും ഈവൻ കാർഡിയോവാസ്കുലർ ഹെൽത്ത് അതായത് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളിൽ പോലും സാഫ്രോണിന് ബെനിഫിറ്റ്സ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പല സ്റ്റഡീസും നടത്തിയിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്റ്റഡീസിൻ്റെയൊക്കെ എവിഡൻസ് സ്ട്രോങ് അല്ല. കൂടുതൽ ആൾക്കാരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ലോങ് ടേം സ്റ്റഡീസ് നടത്തിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഇനി കുങ്കുമപ്പൂവിൻ്റെ സപ്ലിമെൻറ്റ്സ് വാങ്ങിച്ച് കഴിക്കുകയാണെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാവാം? മോസ്റ്റ് കോമൺലി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സൈഡ് എഫക്ട്സ് ഡ്രൈ മൗത്ത് ആണ്. നോസിയ അതായത് വിമ്മിഷ്ടം പോലെ ഉണ്ടാവാം. നിങ്ങളുടെ അപ്പറ്റൈറ്റിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവാം. അതായത് കൃത്യമായിട്ടുള്ള വിശപ്പ്, ഹങ്കർ, അതിൻ്റെ ബാലൻസിലെ വ്യത്യാസങ്ങളുണ്ടാവാം. ചിലർക്ക് തലവേദന റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചിലർക്ക് ഡ്രൗസിനെസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രക്തത്തിലുള്ള സെല്ലുകളുടെ കൗണ്ടും അതിൻ്റെ പാരാമീറ്റേഴ്സിലും മാറ്റങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത് കൂടുതലായിട്ടും കണ്ടുവന്നിട്ടുള്ളത് 60 മുതൽ 400 മില്ലിഗ്രാം ഡെയിലി കഴിക്കുന്നവർക്കാണ്. 1 ഗ്രാം അതായത് 1000 മില്ലിഗ്രാമിൻ്റെ മുകളിലേക്ക് കഴിക്കുന്നവർക്ക് ബ്ലീഡിംഗ് ഡിസോർഡേഴ്സും ഡയറിയ, വൊമിറ്റിംഗ് ഒക്കെ കാണാറുണ്ട്. ചില കമ്പനീസ് സാഫ്രോണിൻ്റെ ഒരു ഐസൊലേറ്റഡ് കോമ്പൗണ്ടാണ് ക്രോസിൻ എന്ന് പറയുന്നത്. ക്രോസിൻ മാത്രം അടങ്ങിയിട്ടുള്ള സപ്ലിമെൻറ്റ്സും ഇപ്പം മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ക്രോസിൻ മാത്രം അടങ്ങിയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നവർക്ക് രക്തത്തിലുള്ള ക്രിയാറ്റിനിൻ്റെ അളവ് കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് പോസിബിളി കിഡ്നി ഡാമേജ് കൊണ്ട് ആവാമെന്നും ചില സ്റ്റഡീസിൽ പറയുന്നുണ്ട്. പക്ഷേ കുങ്കുമപ്പൂവിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ ക്വാളിറ്റിയാണ്. ഇതിന് ഇത്രയും വില കൂടുതലായതുകൊണ്ട് തന്നെ അധികം മാനുഫാക്ചറേഴ്സും ഇതിൽ അഡൾട്രേഷൻ നടത്താറുണ്ട്. ഇതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. സാഫ്രോണിൻ്റെ സപ്ലിമെൻറ്റ്സ് ഉണ്ടാക്കുന്ന സമയത്ത് പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം സാഫ്രോണിൽ അടങ്ങിയിരിക്കുന്ന പല കോമ്പൗണ്ട്സും ലൈറ്റിനോടും ഓക്സിജനോടും ടെമ്പറേച്ചറിനോടും സെൻസിറ്റീവാണ്. എങ്ങനെയാണ് കുങ്കുമപ്പൂവിൻ്റെ കൃഷി നടത്തുന്നത്, എങ്ങനെയാണ് ഹാർവെസ്റ്റിംഗ് നടത്തുന്നത്, എങ്ങനെയാണ് ഇത് പ്രോസസ്സ് ചെയ്യുന്നത്, ഇതിനനുസരിച്ചിട്ടും സാഫ്രോൺ സപ്ലിമെൻറ്റ്സിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസങ്ങൾ വരാം. ആമസോണിലും ഐഹബിലും പലതരത്തിലുള്ള മാനുഫാക്ചറേഴ്സിൻ്റെ സാഫ്രോൺ സപ്ലിമെൻറ്റ്സ് നിങ്ങൾക്ക് കാണാം.
പക്ഷേ ഇതിൽ മികച്ച സപ്ലിമെൻ്റ് ഏതാണെന്നുള്ളത് കൃത്യമായിട്ടും ആർക്കും പറയാൻ സാധിക്കില്ല. ഏറ്റവും നല്ലത് മാനുഫാക്ചറേഴ്സിൻ്റെ വെബ്സൈറ്റിലോ അവരുടെ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷനിലോ പറയുന്ന കാര്യങ്ങൾ വായിക്കുന്നതിന് പകരം തേർഡ് പാർട്ടി കമ്പനീസ് ഈ സപ്ലിമെൻറ്റിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പമില്ലാതെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് ചൂസ് ചെയ്യുന്നതായിരിക്കും. സാഫ്രോണിൻ്റെ മറ്റ് ചില പേരുകൾ പറയാം. ക്രോക്കസ് സാറ്റിവസ് എന്ന് പറഞ്ഞതാണ് ചെടീൻ്റെ പേര്. ക്രോസിൻ എന്ന് പറയുന്നത് ഇതിൽ തന്നെ അടങ്ങിയിട്ടുള്ള ഒരു ഐസൊലേറ്റഡ് ബയോആക്റ്റീവ് കോമ്പൗണ്ടാണ്. ഇന്ത്യൻ സാഫ്രോണും വെറും സാഫ്രോണും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ടർമറിക് അഥവാ മഞ്ഞളും സാഫ്രോണും രണ്ടും വ്യത്യാസമുണ്ട്. ഇത് ചെറിയ കുട്ടികൾക്കും പ്രഗ്നന്റ് ലേഡീസിനും കൊടുക്കാൻ പാടുള്ളതല്ല. പ്രഗ്നന്റ് ലേഡീസിന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്ന് പറയുന്നുണ്ട്. ചെറിയ കുട്ടികൾക്കും കൊടുക്കുന്നതിനെ കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഇനിയും സ്റ്റഡീസ് നടത്തി കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. ഇനി സാഫ്രോൺ സപ്ലിമെൻറ്റ്സ് നിങ്ങൾ കഴിക്കണമെന്ന് തീരുമാനിച്ചാൽ ഇതിൻ്റെ ഡോസ് എന്ന് പറയുന്നത് ഒരു ദിവസം 15 മില്ലിഗ്രാം, മാക്സിമം 2 നേരം, അതായത് മാക്സിമം 30 മില്ലിഗ്രാംസ് എന്നുള്ള ഡോസിൽ കഴിച്ചു തുടങ്ങാം. പക്ഷേ പലതരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്ത് നോക്കേണ്ടി വരും. പ്രധാനമായിട്ട് കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടും 3 മാസം കൂടുമ്പോൾ ചെയ്ത് നോക്കണം. അതിലെന്തെങ്കിലും മാറ്റങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ സാഫ്രോൺ സപ്ലിമെൻറ്റ്സ് സ്റ്റോപ്പ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഒറ്റ ഡോസിൽ തന്നെ 5 ഗ്രാമോ അതിൽ കൂടുതലോ കഴിച്ചാൽ അത് ടോക്സിക് ഡോസ് എന്നാണ് പറയുന്നത്, അതായത് പോയ്സണസ് ആണെന്നാണ് പറയുന്നത്. 20 ഗ്രാംസിനും കൂടുതൽ കഴിച്ചാൽ അതിനെക്കൊണ്ട് മരണവും സംഭവിക്കാം. കുങ്കുമപ്പൂവിൻ്റെ കൃത്യമായിട്ടുള്ള മാനുഫാക്ചറിന് ഉപയോഗിക്കേണ്ടത് ഇതിൻ്റെ റെഡ് സ്റ്റിഗ്മയാണ്. ചില മാനുഫാക്ചറേഴ്സ് ഈ പൂവിൻ്റെ പെറ്റൽസ് ഉപയോഗിക്കുന്നുണ്ട്. അതും ചില സ്റ്റഡീസിൽ ഇഫക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ രണ്ടിനും സെയിം ഇഫക്റ്റ് ആണെന്നുള്ളത് നമുക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ഇനി ക്രോസിൻ സപ്ലിമെൻറ്റ്സ് ആണ് കഴിക്കുന്നതെങ്കിൽ ക്രിയാറ്റിനിൻ്റെ അളവ് കൃത്യമായിട്ടും ടെസ്റ്റ് ചെയ്ത് നോക്കണം. ക്രോസിനും ഇതേ ഡോസിൽ തന്നെയാണ് കഴിച്ചു തുടങ്ങേണ്ടത്. നിങ്ങൾക്ക് ഡിപ്രഷൻ ഉണ്ട്, ആങ്സൈറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് കുങ്കുമപ്പൂ കഴിക്കുന്നതെങ്കിൽ ഇതിനേക്കാളും നല്ല വഴികൾ വേറെ കുറേയുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പലതരത്തിലുള്ള വീഡിയോസിൽ പറയുന്നുണ്ട്. നിങ്ങളുടെ ഡയറ്റ് മികച്ചതാക്കുക, കൂടുതൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാ ദിവസവും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക, എക്സസൈസ് ചെയ്യാത്തവർ എക്സസൈസ് ചെയ്ത് തുടങ്ങുക. സാഫ്രോണിൻ്റെ അത്ര എക്സ്പെൻസീവ് അല്ലാത്ത മറ്റു തരത്തിലുള്ള സപ്ലിമെൻറ്റ്സും നമ്മളുടെ നെർവസ് സിസ്റ്റത്തിന് ബെനിഫിഷ്യൽ ആവുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് അശ്വഗന്ധ എന്ന് പറയുന്നത്. അശ്വഗന്ധയെ കുറിച്ചും ഞാൻ ഇതിനു മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ജനറലൈസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് അഡ്വൈസിന് ഡോക്ടേഴ്സുമായി തീർച്ചയായിട്ടും ചർച്ച ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾക്ക് ഡോഫോഡി ഉപയോഗിക്കാം. ഡോഫോഡി എന്ന് പറയുന്നത് ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ പ്ലാറ്റ്ഫോമാണ്. ഡോഫോഡിയിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനും കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാനും നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇനി ഏത് സപ്ലിമെൻറ്റിനെ കുറിച്ചാണ് കൂടുതൽ അറിയേണ്ടത്, വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനെക്കുറിച്ചും വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഞാൻ ഈ ചാനലിൽ പലതരത്തിലുള്ള വിറ്റാമിൻസും സപ്ലിമെൻറ്റ്സിനെ കുറിച്ചും വീഡിയോസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതെല്ലാം കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നന്ദി. ഞാൻ നിങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.